പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സർവ്വജാതികളിടയിലും അറിയേണ്ടത് തന്നെ. സങ്കീർത്തനം 67 1-2 വാക്യങ്ങൾ. ഈ സങ്കീർത്തനത്തിലെ ആശംസകൾ മഹാപുരോഹിതൻ നടത്തുന്ന ആശംസയിൽ നിന്ന് പകർത്തിയിട്ടുള്ളതാണ്. സംഖ്യാപുസ്തകം 6:24-76 വരെ വായിക്കുമ്പോൾ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ദൈവം ആദ്യം ഈ ആശീർവാദ പ്രാർത്ഥന മോശയ്ക്ക് സമാഗമന കൂടാരത്തിൽ നടത്തുവാൻ നൽകി, ഇന്നത്തെ ശ്ലൈഹിക വാഴ് പോലെ. പിന്നീട് അത് യെരൂശലേം ദേവാലയം പണിതു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതൻ ജനങ്ങൾക്ക് നൽകുന്ന വാഴുകളായി തീർന്നു, അഥവാ ആശീർവാദ പ്രാർത്ഥനകളായി തീർന്നു. മഹാപുരോഹിതൻ നൽകുന്ന ആശീർവാദ പ്രാർത്ഥനയ്ക്ക് സാരമായ മാറ്റം വരുത്തി തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി ഭേദപ്പെടുത്തിയിരിക്കുന്നു. 6-ാം വാക്യത്തിൽ ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു എന്നത് കാണുമ്പോൾ ഇതിന്റെ മൊത്തം ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിളവെടുപ്പ് കാലത്ത് ഒരു പാട്ടായിട്ട് കണക്കാക്കണം. നല്ലൊരു ആനന്ദവും സന്തോഷവും മോദവും ഈ സങ്കീർത്തനിൽ കാണുന്നു. എല്ലാം മറന്നുള്ള ദൈവത്തെ സ്തുതിക്കലായിട്ട് വേണം കണക്കാക്കുവാൻ. 7 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യം അനുഗ്രഹത്തിന്റെ ആശംസയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ഏറ്റവും ശ്രേഷ്ഠവുമായ ആശീർവാദവും ഇതുതന്നെ. സങ്കീർത്തനം മുഴുവനായി ധ്യാനിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഈ സ്തോത്രാർപ്പണം കണ്ടിട്ട് സർവരും ദൈവത്തെ സ്തുതിക്കും എന്നുള്ള ഒരു പ്രത്യാശ സങ്കീർത്തകൻ പങ്കുവയ്ക്കുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് സർവ്വജനവും അനുഗ്രഹിക്കപ്പെടുമെന്ന് കവി ഇവിടെ ഭാവനം ചെയ്യുന്നു. അങ്ങനെ സർവ്വലൗകികമായ ദൈവരാജ്യത്തിന്റെ പ്രഭാപൂരം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് ഭൂമിയുടെ അറുതികൾ ഒക്കെയും അവനെ ഭയപ്പെടും എന്ന് കാണുന്നു. അതിന്റെ സാരം ദൈവകൃപയും അനുഗ്രഹവും കുറച്ചു പേരിൽ മാത്രം സങ്കുചിതമാകാതെ സർവലൗകികമായും സർവരിലുമായിട്ട് ദൈവകൃപയുടെ പ്രകാശം സ്ഫുരിക്കും എന്ന് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്കും പകരുന്നതിനു വേണ്ടി കൂടിയായിരിക്കണം. ദൈവകൃപ നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം സർവ മനുഷ്യജാതിയിലും സർവചരാചരങ്ങളിലും സൃഷ്ടിയൊക്കെയിലും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനെ ചുമതലപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ചുറ്റുപാടും അനുഗ്രഹമായാൽ മാത്രമേ യഥാർത്ഥമായ അനുഗ്രഹം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവമാകുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് സർവത്തെയും അനുഗ്രഹിക്കണമേ എന്നീ പ്രഭാത സമയത്തിൽ മുട്ടിപ്പായി വന്ന് അപേക്ഷയും യാചനയും അർപ്പിക്കുന്നു. അവിടുത്തെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുമാറാകണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.